ജലദോഷമുള്ള സമയത്ത് ഭയങ്കര മൂക്കടുപ്പാ ഡോക്ടറെ. ഒന്ന് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ മൂക്കിന്റെ ഇരുവശത്തുമായിട്ട് പിങ്ക് കളറിലുള്ള ദശ പോലെ കാണുന്നു. ഇത് ക്യാൻസർ മറ്റോ ആണോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുമായി രോഗികൾ ഒപ്പിയിലെത്താറുണ്ട്. മൂക്കിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ കാണുന്ന ഈ രണ്ട് പിങ്ക് മാസ് വളരെ നോർമൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ടെർബിനേറ്റ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ടെർബിനേറ്റ്സ് എന്താണ്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വലുതാവുന്നത്? ടെർബിനേറ്റ്സ് വലുതായി നിന്നാൽ രോഗികൾക്കുണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് എങ്ങനെ പരിഹാരം കണ്ടെത്താം? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ വളരെ നോർമൽ ആയിട്ടുള്ള 3 സ്ട്രക്ചേഴ്സ് ഉണ്ട്. നടുവിലെ പാലത്തിന്റെ ഇരുവശത്തുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും മുകളിലായിട്ട് സുപ്പീരിയർ ടെർബിനേറ്റ്, മധ്യഭാഗത്ത് മിഡിൽ ടെർബിനേറ്റ്, പിന്നെ ഏറ്റവും താഴെ ഇൻഫീരിയർ ടെർബിനേറ്റ്. ചില ആളുകളിൽ നാലാമത്തതായിട്ട് ഒരു സുപ്രീം ടെർബിനേറ്റും ചില അവസരങ്ങളിൽ കാണാറുണ്ട്. നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുന്ന സമയത്ത് കാണുന്നത് ഈ ഇൻഫീരിയർ ടെർബിനേറ്റ് ആണ്. ഈ ടെർബിനേറ്റ്സിന്റെ ഘടന എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഉള്ളിൽ ഒരു എല്ലുമുണ്ട്, അതിനെ ചുറ്റും കവർ ചെയ്തിട്ട് ഒരു മ്യൂക്കോസൽ ലൈനിങ്ങുമുണ്ട്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ചർമ്മത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് മൂക്കിന്റെ ഉള്ളിൽ കാണുന്ന ഈ ലൈനിങ്. അപ്പോൾ ഈ ഇൻഫീരിയർ ടെർബിനേറ്റ് നോർമൽ ആയിട്ടുള്ള സ്ട്രക്ചറാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ആദ്യത്തെ ഉദ്ദേശം. കാരണം ഒരുപാട് ആളുകൾ OPയിൽ എത്തിയിട്ട് എൻ്റെ ഡോക്ടറെ, മൂക്കിൻ്റെ ഉള്ളിൽ 2 വശത്തും ഇങ്ങനെ പിങ്ക് കളറിലുള്ള മാസ് കാണുന്നു, അത് ക്യാൻസർ ആണോ, അതല്ലെങ്കിൽ ഇത് മറ്റെന്തെങ്കിലും ദശയാണോ, ഇതിന് ഓപ്പറേഷൻ ചെയ്യണോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ രോഗികൾക്കുണ്ട്. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ തീർത്തു കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണേ. ആദ്യമായി, ഇൻഫീരിയർ ടെർബിനേറ്റ് മൂക്കിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടുള്ള ഉപയോഗം നമുക്ക് എന്താണ്? 3 കാര്യങ്ങൾ. ഒന്ന്, മൂക്കിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ശ്വസിച്ചെടുക്കുന്ന വായുവിനെ ഒന്ന് കണ്ടീഷൻ ചെയ്യുക, ശരീരത്തിൻ്റെ താപനിലയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുക. ഇതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തേത്, മൂക്കിൻ്റെ ഉള്ളിലൂടെ പോകുന്ന വായുവിന് ആവശ്യത്തിന് ഈർപ്പമുള്ളതാക്കുക. മൂന്നാമത്തേത്, നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് വായുവിനോടൊപ്പം കടന്നു വരുന്ന പൊടിപടലങ്ങൾ, ബാക്ടീരിയ, വൈറസുകൾ ഇവയൊക്കെ ട്രാപ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും മൂക്കിൻ്റെ ഉള്ളിലെ ഈ മ്യൂക്കസ് മെംബ്രെയിനും ടെർബിനേറ്റ്സിനും ഒരു വലിയ റോളുണ്ട്. അപ്പോൾ ഇത് 3മാണ് ഈ ടെർബിനേറ്റ്സും മൂക്കിൻ്റെ ഉള്ളിലെ മ്യൂക്കോസയും കൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ള ഗുണം. ഈ ടെർബിനേറ്റ്സ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വലുതാവാം എന്നാണ് ഇനി നമ്മൾ അറിയേണ്ടത്. സാധാരണ ജലദോഷം വരുമ്പോൾ ഈ ടെർബിനേറ്റുകൾ കുറച്ച് വികസിച്ചിട്ടുണ്ടാവും. പ്രധാനമായും മൂക്കിലെ അലർജി, പൂമ്പൊടികളോടോ അതല്ലെങ്കിൽ ഹൗസ് ഡസ്റ്റിനോടോ മറ്റും ഉള്ള നിർത്താതെയുള്ള മൂക്കിലെ അലർജി ഈ ടെർബിനേറ്റ്സ് വികസിക്കാനുള്ള ഒരു കാരണമാണ്. കൂടെ ജലദോഷവും മൂക്കിൽ നിന്ന് വളരെ കട്ടിയുള്ള കഫമൊക്കെ വരുന്ന രീതിയിലുള്ള സൈനസൈറ്റിസ് എന്ന പ്രശ്നത്തിലും ഇതുപോലെ ഈ ടെർബിനേറ്റ്സ് വികസിച്ച് കാണാം. കഫം ഈ ടെർബിനേറ്റ്സിന്റെ മുകളിൽ കൂടി ഒലിച്ചിറങ്ങുമ്പോൾ അവിടെ ഒരു റിയാക്ഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ ഇൻഫീരിയർ ടെർബിനേറ്റ് സൈനസൈറ്റിസ് ഉള്ള രോഗികളിൽ കുറച്ച് വികസിച്ച് കാണാറ്. മറ്റൊരു കാരണം, വളരെ ഇറിറ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സിഗരറ്റ് സ്മോക്ക്, അതല്ലെങ്കിൽ പുറത്തുനിന്നുള്ള അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളും വായുവും ഒക്കെ ഒരു കെമിക്കൽ റിയാക്ഷൻ മൂക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുമ്പോഴും ഈ ഇൻഫീരിയർ ടെർബിനേറ്റ് വികസിച്ച് കാണാം. സ്വയം സ്മോക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും സെക്കൻഡ് ഹാൻഡ് സ്മോക്കിന്റെ എക്സ്പോഷർ ഉണ്ടെങ്കിലും ഇങ്ങനെ ഈ ഇൻഫീരിയർ ടെർബിനേറ്റ് വലുതായിട്ട് കാണാറുണ്ട്. പിന്നുള്ളത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമാണ് ഈ ഇൻഫീരിയർ ടെർബിനേറ്റ് വലുതായിട്ട് കാണാറ്. അതുപോലെ ചെറിയ കുട്ടികളിൽ ജന്മനാ തന്നെ ചിലപ്പോഴൊക്കെ ഇൻഫീരിയർ ടെർബിനേറ്റ് സാധാരണയിൽ നിന്ന് കുറച്ച് വലുതായിട്ട് കാണാറുണ്ട്. പ്രായം ചെല്ലും തോറും ചില ആളുകളിൽ ഇൻഫീരിയർ ടെർബിനേറ്റിന്റെ വലിപ്പം കൂടാറുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫീരിയർ ടെർബിനേറ്റ് വലുതാവാനുള്ള കാരണങ്ങൾ. ഇൻഫീരിയർ ടെർബിനേറ്റ് വലുതായി കണ്ടാൽ എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് അനുഭവപ്പെടുക? പ്രധാനമായും മൂക്കടപ്പ്. ആ വശത്തൂടെയുള്ള വായുസഞ്ചാരം കുറയുന്നത് കൊണ്ടാണ് ഈ മൂക്കടപ്പ് അനുഭവപ്പെടുക. ഇതേ രോഗിക്ക് തന്നെ ചിലപ്പോൾ മൂക്കിന്റെ പാലം വളഞ്ഞിട്ടുണ്ടാവും. മൂക്കിന്റെ പാലത്തിന്റെ വളവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുകയും ചെയ്യാം. അപ്പോൾ ഈ മൂക്കിന്റെ പാലം ഒരു സൈഡിലോട്ട് വളഞ്ഞിരിക്കുന്നു, മറ്റേ വശത്ത് ഈ ടെർബിനേറ്റ് വലുതായി നിൽക്കുകയാണെങ്കിൽ ഒരു മൂക്കിൽ മാത്രമല്ല 2 മൂക്കും മാറി അടയുന്ന അവസ്ഥ രോഗികൾക്കുണ്ടാവാം. അലർജി ഉള്ള രോഗികളാണെങ്കിൽ മൂക്കടപ്പിനോടൊപ്പം വിട്ടുമാറാത്ത ജലദോഷം, തുമ്മൽ, കണ്ണിലും മൂക്കിലും ചെവിയിലും തൊണ്ടയുടെ പുറകിലും ഒക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാവാം.
സൈനസൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈനസൈറ്റിസ് ഉള്ള രോഗികളിൽ കട്ടിയുള്ള കഫം മൂക്കിലും തൊണ്ടയുടെ പുറകിലും ഒക്കെ വരുന്നത് മാത്രമല്ല, തലവേദന, കണ്ണിൻ്റെ ചുറ്റും വേദനയൊക്കെ അനുഭവപ്പെടാം. ഈ ടെർബിനേറ്റ് വല്ലാതെ വലുതായി നിൽക്കുന്ന രോഗികളിൽ മൂക്കടപ്പ് ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ വാ തുറന്നുള്ള ഉറക്കം, കൂർക്കം വലി സാധാരണയായിട്ടുണ്ടാവാം. ഈ കൂർക്കം വലിയോടനുബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങൾ, അതായത് പെട്ടെന്ന് ഉറക്കത്തിൽ ശ്വാസം നിന്നു പോകുന്ന സ്ലീപ്പ് ആപ്നിയ ഇതുമൂലം ഉണ്ടാവാം. വാ തുറന്നുറങ്ങുന്നത് കൊണ്ട് വായിൽ ചീത്ത മണം വരിക, അതുപോലെ തന്നെ വായും ചുണ്ടുമൊക്കെ ഉണങ്ങിയിരിക്കുക, ചുണ്ടുകൾ വിണ്ടുകീറുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇത് കാരണം ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? മൂക്കടപ്പുമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ENT ഡോക്ടർ ഒരു ഹെഡ്ലൈറ്റ് വെച്ച് പരിശോധിക്കുമ്പോൾ തന്നെ ഈ വലുതായിട്ടുള്ള ടെർബിനേറ്റ് ശ്രദ്ധയിൽപ്പെടും. ഇനി ഇതിനോടൊപ്പം അലർജിയോ സൈനസൈറ്റിസോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മൂക്കിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ എൻഡോസ്കോപ്പി പരിശോധന ചെയ്യാം. ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി എന്നാണ് ഇതിൻ്റെ പേര്. വളരെ സിമ്പിളായിട്ട് OPയിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണിത്. ഇനി സൈനസൈറ്റിസ് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂക്കിൻ്റെ ചുറ്റുമുള്ള സൈനസുകളുടെയും ഒക്കെ അവസ്ഥ മനസ്സിലാക്കാൻ ഒരു CT സ്കാൻ എടുക്കേണ്ടി വന്നേക്കാം. നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, മൂക്കടപ്പ് അനുഭവപ്പെടുമ്പോൾ നമ്മളിൽ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നെയ്സൽ ഡ്രോപ്സ്, അതായത് ഓക്സിമെറ്റസോളിൻ, സൈലോമെറ്റസോളിൻ തുടങ്ങിയ മരുന്നുകൾ അടങ്ങിയ മൂക്കിലുറ്റിക്കുന്ന മരുന്നുകൾ സ്ഥിരമായി ഉറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കാരണം തന്നെ ഒരു മൂക്കടപ്പ് അനുഭവപ്പെടും. വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു മൂക്കടപ്പ് മാറ്റിയെടുക്കാൻ. ഇങ്ങനെയുള്ള രോഗികളും ഈ ഇൻഫീരിയർ ടെർബിനേറ്റ് ഹൈപ്പർട്രോഫി കാണാറുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ കരുതുക. ഇനി എന്താണ് ഈ ഇൻഫീരിയർ ടെർബിനേറ്റ് ഹൈപ്പർട്രോഫിയുടെ ട്രീറ്റ്മെൻറ്റ്? സാധാരണഗതിയിൽ ഇൻഫീരിയർ ടെർബിനേറ്റ് ഹൈപ്പർട്രോഫി ഒരു ജലദോഷമൊക്കെ കൊണ്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് മൂക്കിലുറ്റിക്കുന്ന പ്ലെയിൻ ആയിട്ടുള്ള സലൈൻ നെയ്സൽ ഡ്രോപ്സ് ഉറ്റിച്ചു കൊടുക്കാം. അലർജി മൂലമുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നെയ്സൽ സ്പ്രേസ്, സ്റ്റിറോയിഡ് അടങ്ങിയ നെയ്സൽ സ്പ്രേസ് ആണ് ഉപയോഗിക്കേണ്ടത്. സൈനസൈറ്റിസ് ആണ് പ്രശ്നമെങ്കിൽ അത് ചികിത്സിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പോംവഴി. പിന്നെ എപ്പോഴും മരുന്നുകൾ കൊണ്ട് മാത്രം നമുക്ക് ഈ ഇൻഫീരിയർ ടെർബിനേറ്റിൻ്റെ വലിപ്പം കുറയ്ക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ പല ചികിത്സാ രീതികളുണ്ട് ഇതിൻ്റെ വലിപ്പം കുറയ്ക്കാനായിട്ട്. അത് സർജിക്കൽ മെത്തേഡ്സ് ആയിരിക്കും ഇതിനായിട്ട് ഉപയോഗിക്കുക. ഈ ടെർബിനേറ്റ്സിൻ്റെ വലിപ്പം കുറയ്ക്കാനായിട്ട് സബ്മ്യൂക്കസൽ ഡയതെർമി എന്നൊരു പ്രൊസീജിയർ ചെയ്യാം. അതല്ലെങ്കിൽ കോബ്ലേറ്റർ ഉപയോഗിച്ച് ഇതിൻ്റെ വലിപ്പം കുറയ്ക്കാം. പിന്നെയുള്ളത് ടെർബിനോപ്ലാസ്റ്റി. ടെർബിനോപ്ലാസ്റ്റി എന്ന പ്രൊസീജിയറിൽ നമ്മൾ ഈ ഇൻഫീരിയർ ടെർബിനേറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലുകളുടെയും കൂടി വലിപ്പം കുറച്ച് ഈ ഒരു മ്യൂക്കോസൽ മെംബ്രെയിന് തിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെർബിനേറ്റ് എന്നാൽ വളരെ നോർമൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വലുതാവുന്നത്, ഇതുണ്ടാക്കുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെ, എങ്ങനെ ഇത് കണ്ടെത്താം, എങ്ങനെ ഇത് ചികിത്സിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.